നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗോപിക, നീയും സത്യം ചെയ്യാനോ പറഞ്ഞ്? എനിക്ക് ഈ കല്യാണം വേണ്ട. സിദ്ധാർത്ഥൻ എവിടെ നിന്ന് വരുമ്പോഴ് അവർ സിദ്ധാർത്ഥനെ ഫോളോ ചെയ്തത്? ഓഫീസിലായിരുന്നു. സിദ്ധാർത്ഥന്റെ ഓഫീസിൽ? അതെ. അവിടെ സിദ്ധാർത്ഥൻ എന്ത് ചെയ്യായിരുന്നു? സിദ്ധു, 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 റിലാക്സ്, റിലാക്സ്. വേക്കപ്പ് സിദ്ധാർത്ഥ്, വേക്കപ്പ്, വേക്കപ്പ്. 3, 2, 1, വേക്കപ്പ്. സിദ്ധാർത്ഥ്, റിലാക്സ്, റിലാക്സ്. സിദ്ധു കിടന്നോളൂ. സിദ്ധു കിടന്നോ. നിങ്ങളാരാ? പറയാം. സിദ്ധു കിടന്നോ. അപ്പു. എന്താ മാഡം? സിദ്ധുവിനെ നോക്കിക്കോളൂ. സിദ്ധുവിന് എന്താ വേണ്ടെന്ന് വെച്ചാ അത് ചെയ്തു കൊടുക്ക്. ശരി മാഡം. ശരി. ഞാൻ സിദ്ധാർത്ഥനെ ഹിപ്നോട്ടൈസ് ചെയ്തു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ. എന്നിട്ട് സിദ്ധു വല്ലതും പറഞ്ഞോ? ചില കാര്യങ്ങൾ പറഞ്ഞു. സിദ്ധാർത്ഥന് സംഭവിച്ച ആക്സിഡന്റ് അത് വെറുതെ സംഭവിച്ചതായിരുന്നില്ല. ആരോ സിദ്ധാർത്ഥനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈശ്വരാ, അവരിൽ നിന്നും കാറിൽ രക്ഷപ്പെടാനുള്ള സിദ്ധാർത്ഥന്റെ ശ്രമത്തിനിടെയാണ് നിയന്ത്രണം തെറ്റി സിദ്ധാർത്ഥന് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അതിവേഗതയിൽ വരികയായിരുന്ന സിദ്ധാർത്ഥന്റെ കാറിന്റെ മുന്നിലേക്ക് പെട്ടെന്നൊരാൾ എടുത്തു ചാടിയതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. ആക്സിഡന്റിൽ അയാൾക്കും ഗുരുതരമായ അവസ്ഥയുണ്ടായിട്ടുണ്ട്. സിദ്ധാർത്ഥ് പറഞ്ഞതിന് ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ ജീവന് തന്നെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ ഞങ്ങൾക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥൻ ആരാ ശത്രുക്കള്? അതും അവനെ കൊല്ലാൻ ലക്ഷ്യം വെച്ചവരെന്ന് പറയുമ്പോ? അല്ല, അവനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാന്ന് വല്ലതും അവൻ പറഞ്ഞോ? ഇല്ല, ഈ സെറ്റിംഗിൽ സിദ്ധു അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത സെറ്റിംഗിൽ അതവൻ പറയും. അതാരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അല്ല, സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമായാല് അവനെ ഈ നിലയ്ക്ക് ആക്കിയവരെ ആരാണെന്ന് അവൻ പറയൂല്ലോ അല്ലേ? അതെ. എന്റെ മോന്റെ അസുഖം ഭേദാവോ? ഭേദമാകും. സിദ്ധാർത്ഥന്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി അവനെ നിങ്ങളുടെ പഴയ സിദ്ധാർത്ഥനാക്കി മാറ്റി ഏൽപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും. ഈശ്വരാ, നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേ? എന്റെ മോന്റെ ആയുസ് വെച്ച് തന്നെ നിനക്ക് പന്താടണം അല്ലേ? അമ്മേ, ഞാൻ പറയട്ടെ. ഞാൻ പറയാം. എല്ലാവരും ഇപ്പൊ ഇവിടെ വന്നത് നന്നായി. ഇനി ഏതായാലും നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി എനിക്ക് ഗോപിയെ കല്യാണം കഴിക്കാലോ. അയ്യോ ഋഷി, അയ്യോ അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഗോപിയുടെ കഴുത്തിൽ താലിയാർത്താൻ പോവുകയാണ്. അമ്മേ, ഋഷി, വേണ്ട, ഋഷി, ഋഷി, പറയുന്ന കേൾക്ക്, വേണ്ട, ഋഷി.
അമ്മ ജാനകി തരാൻ നീ ഈ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടരുത് മോനെ. മോനെ മോനെ കാലു പിടിക്കാം, നീ ഈ വിവാഹം നടത്തരുത്. മോനെ നീ അവിവേകം ഒന്ന് കാണിക്കരുത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗോപിയെ വാ നമുക്ക് പോവാം. ഗോപിക ഇപ്പൊ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ചാ പോകുന്നുള്ളൂ. അല്ലാതെ ആർക്കും ഗോപിക ഇവിടെ നിന്ന് കൊണ്ടുപോകാനാവില്ല. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ വെച്ച് ഇപ്പോ ഞാൻ ഗോപിയെ വിവാഹം കഴിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണം കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലടാ. ഞാൻ ചത്താലെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. മാഡം, അല്ല, മരിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ അമ്മേ, ജാനകി, അയ്യോ അമ്മേ വേണ്ട. മാഡം വേണ്ട. ഞാൻ ഇപ്പൊ ചാവും. കഴുത്തറുത്ത് ഞാൻ ഇവിടെ മരിക്കും. അമ്മേ വേണ്ട. അമ്മേ അബദ്ധം കാണിക്കില്ലേ. ജാനകി അരുത്. അമ്മേ, ഏയ് വരരുത് എന്റെ അടുത്ത്. അയ്യോ അമ്മേ. അയ്യോ മാഡം വേണ്ട, കടുങ്കയൊന്നും ചെയ്യരുത്. ഗോപനെ ഞാൻ കൊണ്ടുകൊള്ളാം. വേണ്ട, എന്നെ ആരും തൊടരുത്. അമ്മേ വേണ്ട. ഞാൻ ഇപ്പൊ ചാവും. വേണ്ടടി. വേണ്ട ജാനകി. വേണ്ട പ്ലീസ്. നീ ഇവിടെ കല്യാണം കഴിക്കരുത്. ഈ കല്യാണം നടക്കരുത്. നീ ഇവിടെ കല്യാണം കഴിക്കില്ല എന്ന് സത്യം ചെയ്തു തന്നാ ഞാൻ ഇതിന്ന് പിന്മാറാം. നിനക്ക് അമ്മയാണോ വലുത് അതോ ഈ കല്യാണമാണോ? അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജാനകി എടാ ഋഷി. അമ്മേ അമ്മേ വേണ്ട. അമ്മേ അമ്മേ, കത്തിങ്ങ് താ. ഋഷി, കയ്യിൽ വിടാൻ. ഈശ്വര. ഋഷി അമ്മേ. വേണ്ട. അമ്മ വേണ്ട. അമ്മേ, ഗോപിക ഞാൻ കല്യാണം കഴിക്കുന്നില്ല. സത്യം. ഗോപിക നീയും സത്യം ചെയ്യാനോ പറഞ്ഞ്. എനിക്ക് ഈ കല്യാണം വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.